കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ ഓഡിറ്റ് പ്രോസസ്സ് എന്ന പാർട്ട് എന്ന മൊഡ്യൂളിൻ്റെ ആദ്യ ക്ലാസ്സാണ് ഉൾപ്പെടുത്തിയത്. ഓഡിറ്റ് മൊഡ്യൂൾ 10 മാർക്കിനാണ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് തസ്തികയുടെ സിലബസ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ക്ലാസ്സിൽ നമുക്ക് ഓഡിറ്റ് പ്രോസസ്സ് എന്താ എന്നും പിന്നീട് ഇൻറ്റേർണൽ ചെക്ക് എന്താ എന്നുമാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഓഡിറ്റ് എന്നത് എന്താണെന്നും കൂടി പറയേണ്ടതുണ്ട്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്കും MCQ സീരീസുകൾക്കും വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നോക്കാം, വാട്ട് യു മീൻ ബൈ ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ത് നടത്തുമെന്ന് ചോദിച്ചാൽ ടു ചെക്ക് ദി ആക്യുറസി അല്ലെങ്കിൽ കംപ്ലൈ വിത്ത് ദി ലോ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നിർദ്ദേശിക്കപ്പെട്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അത് ശരിയായിട്ട് തന്നെയല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് പ്രോസസ്സ് കമ്പനികളിൽ നടത്താറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഓർക്കേണ്ട കുറച്ച് പോയിന്റുകൾ: ഓഡിറ്റ് എപ്പോഴും ടു വെരിഫൈ ദി കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്, ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. സെക്കൻഡറി ആയിട്ട് വരിക. പ്രൈമറി ആയിട്ട് എപ്പോഴും വെരിഫൈ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്. ഇതിനെല്ലാം പുറമെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുക എന്നതും ഒരു ഓഡിറ്ററുടെ ഉത്തരവാദിത്തമാണ്. പല വിധത്തിലുള്ള ഓഡിറ്റുകളുണ്ട്. സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, മാനേജ്മെന്റ് ഓഡിറ്റ് എന്നിങ്ങനെ പല ഏരിയകളിൽ പല രീതിയിൽ ഓഡിറ്റ് നടത്തപ്പെടാറുണ്ട്. സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ബേസിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി ആക്ട് 2013 പ്രകാരം കമ്പനികൾക്ക് ഓഡിറ്റ് നിർബന്ധമാണ്. അത് സ്റ്റാറ്റുട്ടറി ആണ്. അതിന് അത്തരം ഓഡിറ്റുകളെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് എന്നും. ഇന്റേണൽ ഓഡിറ്റ് മാനേജ്മെൻറ്റ് അവരുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫിനെ വെച്ച് ചെയ്യുന്ന ഓഡിറ്റിനാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പേരിലുള്ള പോലെ തന്നെ ചെക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സും. ടാക്സ് ഓഡിറ്റ് എന്നത് എന്താണ്? ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ടാക്സ് ഓഡിറ്റും. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ റിവ്യൂ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് വിലയിരുത്താനും മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്താറുണ്ട്. നമുക്ക് അവസാനമായിട്ട് ഇൻട്രോയിൽ സൂചിപ്പിക്കുന്നത് വാട്ട് യു മീൻ ബൈ ആൻ ഓഡിറ്റർ. അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ അപ്പോൾ എന്തായിരിക്കും? ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കും. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ത് ചെയ്യാം? കണ്ടക്ട് ചെയ്യുക. ഈ ഇൻഡിപെൻഡൻറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാം. നമുക്ക് ടോപ്പിലേക്ക് കയറാം. വാട്ട്സ് ഓഡിറ്റ് പ്രോസസ്സ്? വാട്ട് ആർ ദേ? ഓഡിറ്റ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോഡ് ബൈ ആൻ ഓഡിറ്റർ ടു എക്സാമിൻ ആൻ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഇന്റേണൽ കൺട്രോൾ, ഓപ്പറേഷൻസ്. ഒരു ഓഡിറ്റിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ കാര്യങ്ങളെ ഓഡിറ്റ് പ്രോസസ് എന്ന് പറയാം. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്? സ്റ്റെപ്സ് ഇൻ ഓഡിറ്റ് പ്രോസസ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. പിന്നെ ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ കളക്ടിങ് ഓഡിറ്റ് എവിഡൻസ്, ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. അങ്ങനെ സ്റ്റെപ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ സ്റ്റെപ്സ് നോക്കാം. ഒന്ന്, പ്ലാനിങ് ദി ഓഡിറ്റ്. പ്ലാനിങ് ദി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഓഡിറ്റിനെ കുറിച്ച് അതിൻ്റെ എന്താണ് എല്ലാ എലമെൻറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു പ്ലാനിങ് ചെയ്യാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് ആൻഡ് എൻവയോൺമെൻറ്റ്, സെറ്റ് ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയർ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്ലാൻ ഓഫ് ആക്ഷൻ. പ്രോഗ്രാമാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് 2 മാർക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം ഇസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇത്തരം കാര്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര വലിയ ഓർഗനൈസേഷനാണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് എന്നെല്ലാം കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷനാണ്. ആ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാം ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, അത് ആക്യുറേറ്റ് ആണോ, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് അതിനുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അസസ് ദി റിസ്ക് ലെവല്, അതിൻ്റെ റിസ്ക് ലെവല്, അതിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നാണ് ഈ സ്റ്റെപ്പിൽ വിലയിരുത്തുക. ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ. അതിനുശേഷം വരുന്നു കളക്ടിങ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് ടെക്നിക്സ് ഉണ്ട്. ഓഡിറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണത്? ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എൻക്വയറി, കൺഫർമേഷൻ. ഇത്തരം ടെക്നിക്സ് ഈ സ്റ്റേജിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വൗച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. വൗച്ചിങ് എന്ന് പറയുന്നതിന് ഇൻവോയ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, ലെഡ്ജേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം ബാക്കപ്പ് എന്താ പറയുക ഡോക്യുമെൻറ്റ്സുകൾ വിലയിരുത്തുന്നുണ്ട്.
ഇതിന് പുറമെ എൻഷ്യൂർ റിലയബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഡാറ്റ. അപ്പോൾ ഇത്തരം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളുമായിട്ട് ഓരോ എൻട്രികൾ കമ്പയർ ചെയ്യുകയും അതുവഴി തെറ്റുകളുണ്ടോ, അത് എത്രത്തോളം ആക്യുറസി ആണ്, റിലയബിൾ ആണ് എന്നൊക്കെ ഇത് കൂടി ചെക്ക് ചെയ്യുന്ന ഒരു പ്രധാന ഫങ്ഷൻ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത്, കളക്ടിങ് ഓഡിറ്റിംഗ് എവിഡൻസ്. ഇവിടെയാണ് ഓഡിറ്റേഴ്സ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്, ഒബ്സർവേഷൻസ് എടുക്കാറുണ്ട്, എൻക്വയറി ചെയ്യാറുണ്ട്, കൺഫർമേഷൻ നടത്താറുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെസ്റ്റ് ചെയ്യാണ്, അതായത് പെർഫോം സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ടു വെരിഫൈ ട്രാൻസാക്ഷൻ. എല്ലാ കാര്യം ചെക്ക് ചെയ്യാതെ ഇത് ഒരു ഭാഗത്തെ മൊത്തം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, ടെസ്റ്റിംഗ് എന്ന് പറയാം. ഡു കംപ്ലൈൻസ് ടെസ്റ്റ് ടു ചെക്ക് അഡ്ഹറൻസ് റൂൾസ് എന്ന് പറയുമ്പോൾ റൂളുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് കംപ്ലൈൻസ് ടെസ്റ്റ്. മാച്ച് ബുക്സ് വിത്ത് ആക്ച്വൽ അസറ്റ്, അസറ്റിലെ വാല്യൂ അല്ലെങ്കിൽ അസറ്റ് വാല്യുവേഷൻസുകളും അത്തരം വിഷയങ്ങളുമായിട്ട് യഥാർത്ഥ ബുക്സുകൾ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ കമ്പയർ ചെയ്യാം. അതിനുശേഷമാണ് കൺക്ലൂഷൻ സ്റ്റെപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലൈസേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രധാന പ്രോസസ്സ് കഴിഞ്ഞു, ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഒരു ഇവാലുവേഷൻ നടത്തണം, ഇവാലുവേറ്റ് ആൾ ഫൈൻഡിങ്സ്, ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ്, പിന്നെ എൻഷ്യൂർ ഓൾ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ മെറ്റ്. കാരണം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒബ്ജക്റ്റീവ് പറഞ്ഞ എല്ലാം ഫുൾഫിൽ ചെയ്തോ ഈ പ്രോസസ്സിലൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതേപോലെ മാനേജ്മെൻറ്റ് ടീമുമായിട്ട് ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്. ഫൈൻഡിങ്സുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, വാല്യൂ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടാണെന്ത്, ഓഡിറ്ററുടെ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റിപ്പോർട്ട് എന്തെല്ലാം ആവാം, ക്വാളിഫൈഡ് ആവാം, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആവാം, അഡ്വൈസ് റിപ്പോർട്ട് ആവാം, ഡിസ്ക്ലൈമർ റിപ്പോർട്ട് ആവാം. അപ്പോൾ പലപ്പോഴും മാറിപ്പോവേണ്ട റിപ്പോർട്ടുകൾ ക്വാളിഫൈഡ്, അൺക്വാളിഫൈഡ് ആണ്. അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് പെർഫെക്റ്റ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് പോസിറ്റീവ്, അതാണ് ശരിയായ അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ റിപ്പോർട്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണ്, നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേൽ കുറച്ചും കൂടി വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്, അത് എന്തല്ല അത്ര പെർഫെക്റ്റ് അല്ല കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണെന്ത്, ക്വാളിഫൈഡ്. അപ്പോൾ അൺക്വാളിഫൈഡ് ആണ് എപ്പോഴും എന്താവുക, പോസിറ്റീവ് റിപ്പോർട്ടായിട്ട് വരിക. പെർഫെക്റ്റ് ആണ്, ഓക്കെ എന്ന് പറഞ്ഞ റിപ്പോർട്ട് അൺക്വാളിഫൈഡ് ആണ്. പിന്നെയുള്ളത് കൺക്ലൂഷനാണ്. നമുക്ക് ഇത്രയും സ്റ്റെപ്സ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദി ട്രൂ ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിച്ചാലും ഏറ്റവും ആദ്യം വരേണ്ടത് ഇത് തന്നെയാണ്, ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദി ട്രൂ ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല ഓഡിറ്റർക്കും ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പോലെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓഡിറ്റർ എന്താണ് ഫോളോ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ SAS ഫോളോ ചെയ്യേണ്ടതുണ്ട്, സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ്. ഈ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരമാണ് എന്ത് ഓഡിറ്റ് പ്രവർത്തിക്കേണ്ടത്. ഇതിനെല്ലാം പിന്നെ എന്താണ്, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആർ എസെൻഷ്യൽ. ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ കോൺഫിഡൻഷ്യൽ എസെൻഷ്യലാണ്, ഒരു ഒബ്ജക്റ്റിവിറ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം. ഇത്തരം പോയിന്റുകളാണ് ഓഡിറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടത്. ഇനി പറയുന്നത് ഇന്റേണൽ ചെക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഇസ് എ സിസ്റ്റം ദ വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് അനദർ. ഒരാൾ ചെയ്ത ജോലി മറ്റൊരു സ്റ്റാഫ് ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇന്റേണൽ ചെക്ക് എന്ന് പറയാം. ഒരു നോർമൽ ഫ്ലോ ഓപ്പറേഷൻ്റെ ഭാഗമാണ്. മാനേജ്മെൻറ്റ് നിശ്ചയിക്കുന്ന ആളുകളാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ആണ്. ഇവരുടെ ജോലി എന്താണ്, മറ്റുള്ളവർ ചെയ്ത ഇത്തരം അക്കൗണ്ടിങ് ക്ലർക്കൽ വർക്കുകൾ ചെക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ഓക്കെ അല്ലേ, പെർഫെക്റ്റ് അല്ലേ, അതുവഴി എന്താ പറയുക എറർ അല്ലെങ്കിൽ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുക. ഫ്രോഡ് എററൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ത് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ചെക്കാണ്, ഇന്റേണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്, മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്താണ്, തേർഡ് പാർട്ടി പുറമേയുള്ള ആളുകളല്ല. എന്തിനാണ്, വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഒരാളെ വർക്ക് വേറൊരു എംപ്ലോയി, ആ ഓർഗനൈസേഷനിലെ വേറൊരു എംപ്ലോയി, അവരുടെ ജോലി തന്നെയാണ്.
പാർട്ട് ഓഫ് നോർമൽ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും പറയാം, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിൻ്റെ ഭാഗമാണ് ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ കൺട്രോൾ ആണ് മെയിൻ, അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഇന്റേണൽ ചെക്ക്. വർക്ക് ഈസ് ഡിവൈഡഡ് സോ ദാറ്റ് നോ സിംഗിൾ പേഴ്സൺ ഹാൻഡിൽസ് എ ട്രാൻസാക്ഷൻ വിത്ത് സ്റ്റാർട്ട് ടു ഫിനിഷ്. ഇവിടെ തന്നെ പല പ്രോസസ് ഓഫ് വർക്ക് അതെല്ലാം ഒരാളായിക്കോളെന്നല്ല ചെയ്യുക, അതും എന്ത് ചെയ്യും, അവർ അവരുടെ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആർ മിനിമൈസ്ഡ് ത്രൂ ക്രോസ് ചെക്കിങ്. ക്രോസ് ചെക്കിങ് വരെ ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്റേണൽ ചെക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രോഡും എററും എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെല്ലാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക്? പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. പിന്നെ ഇംപ്രൂവ് അക്യുറസി ആൻഡ് റിലയബിലിറ്റി. അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ്. എൻഷുർ അക്കൗണ്ടബിലിറ്റി ഓഫ് സ്റ്റാഫ്സ്. എൻഷുർ അക്കൗണ്ടബിലിറ്റി ഓഫ് സ്റ്റാഫ്സ്. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ ഇന്റേണൽ ചെക്ക് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തുണ്ടാവും, എറർ ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ അക്കൗണ്ട്സുകളൊക്കെ ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. പിന്നെ സ്റ്റാഫ് എന്തായിരിക്കും, അക്കൗണ്ടബിൾ ആയിരിക്കും. അവർ ഉത്തരവാദിത്തങ്ങൾ കൃത്യം നിർവഹിക്കും. കാരണം എന്താണ്, നിർവഹിക്കുന്നുണ്ടോ, അതിൽ തെറ്റുണ്ടോ നോക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടല്ലോ. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പെർഫോമൻസും ഓപ്പറേഷനും എന്താവും, ഇംപ്രൂവ് ചെയ്യും. ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്റേണൽ ചെക്ക്? ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് സ്റ്റാഫ്. കാരണം ഡിവിഷൻ ഓഫ് വർക്ക് എവിടെ ഉണ്ടാകും, ഇന്റേണൽ ചെക്ക് ഉള്ളിടത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ ആ ഡിവിഷൻ ഓഫ് വർക്ക് എഫക്റ്റീവ് ആണോ അല്ലേ, അതിൻ്റെ പോരായ്മകളൊക്കെ ഇന്റേണൽ ചെക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഓട്ടോമാറ്റിക് ചെക്കിംഗ് ബൈ അതർ, അതാണ് മീനിങ്ങിൽ പറഞ്ഞത്. വൺ എംപ്ലോയി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി ഓഫ് സെയിം ഓർഗനൈസേഷൻ. ദെൻ പ്രീ ഡിസൈൻഡ് പ്രൊസീജിയേഴ്സ്. പ്രീ സെറ്റ് ചെയ്ത പ്രൊസീജിയേഴ്സിൻ്റെ എന്താണ്, അതുപോലുള്ളൊരു വേലാണ് ഇത് നടക്കുക. കണ്ടിന്യൂസ് പ്രോസസ്സും കൂടി. ഇതൊരു ഇയർ എൻഡിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒന്നും നടക്കുന്ന സംഗതിയല്ല. ഇത് ലാർജ് ഓർഗനൈസേഷനുകളിൽ ഡെയിലി ഓപ്പറേഷൻ, പാർട്ട് ഓഫ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ്, ഒരു വിഭാഗം എംപ്ലോയീസ് അവർ ജോലി ഇതാണ്, അവർ ചെയ്യുന്ന പണിയാണ് എന്ത്, ഇന്റേണൽ ചെക്ക് എന്നത്. വാട്ട്സ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക്? മിനിമൈസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എൻകറേജ് പ്രോപ്പർ ഡെലിഗേഷൻ. ഡിവിഷൻ ലേബറിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ഇൻക്രീസ് എഫിഷ്യൻസി. ബിൽഡ് ട്രസ്റ്റ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. കാരണം അതിന് തെറ്റൊന്നുമില്ല എന്ന് അതിനെ ഉറപ്പുവരുത്താൻ പറ്റും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അതോറിറ്റിക്ക്. ട്രസ്റ്റ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതുവഴി ഇൻക്രീസ് എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. കറക്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് ആ ഡ്യൂട്ടികൾ കറക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനുള്ള മാർഗം ഉണ്ടല്ലോ. ദെൻ ലിമിറ്റേഷൻസ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക്? ഒന്ന്, ഇറ്റ്സ് നോട്ട് ഗ്യാരണ്ടി. എല്ലാം പെർഫെക്റ്റ് ആയി എന്ന അർത്ഥം എന്തിനില്ല, ഇന്റേണൽ ചെക്ക് ഇല്ല, ഇനിയൊന്നും നോക്കേണ്ടതില്ല, എല്ലാം ഇന്റേണൽ ചെക്ക് വഴി എല്ലാം അക്യുറേറ്റ് ആയി പോയിക്കോളും എന്നൊരു അർത്ഥം ഇതിനില്ല. അതാണ് നോട്ട് ഫുൾ പ്രൂഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഗ്യാരണ്ടീഡ്. ഇറ്റ് മേ ക്രിയേറ്റ് ഓവർ ഡിപ്പെൻഡൻസ്. ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വർക്കിനെ അത് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നേക്കാം. അത് ഡിഫക്റ്റാണ്, ഇതില്ലാതെ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഇതൊരു അനിവാര്യ ഘടകമാണ്, അത് അങ്ങനെയൊക്കെ വന്നേക്കാം. ദെൻ സ്യൂട്ടബിൾ മെയിൻലി ഫോർ ലാർജ് ഓർഗനൈസേഷൻ. പോയിന്റ് റിപ്പീറ്റഡ് ആണ്, പല കേസ് നമ്മൾ പറഞ്ഞത്. ഇന്റേണൽ ചെക്കൊക്കെ ചെയ്യുന്നത് വമ്പൻ ഓർഗനൈസേഷനാണ്. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് സെറ്റപ്പ് മേ ബി ഹൈ. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെലവുകൾ ആദ്യങ്ങളിൽ എന്തായാലും ഹൈ ആയിരിക്കും. അതും എല്ലാവർക്കും ഫീസിബിൾ ആണ് എന്നില്ല. കൺക്ലൂഡ് ചെയ്യാം. ഇന്റേണൽ ചെക്ക് ഈസ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം വെർ ഡ്യൂട്ടീസ് ആർ ഡിവൈഡഡ് സോ ദാറ്റ് വർക്ക് of one person is checked by another. Work of one person is checked by another, ensuring accuracy and preventing fraud. അപ്പോൾ എന്തിനാണോ ഓഡിറ്റിംഗ് നടത്തുന്നത് അതേ പർപ്പസ് നടത്തുന്ന സംഗതി കൂടെയാണ് ഇന്റേണൽ ചെക്ക്. അക്യുറസി ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രോഡ്. അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ചെക്ക്ഡ് ബൈ അനദർ. നോക്കാം MCQ ക്വസ്റ്റ്യനുകൾ ഇന്റേണൽ ചെക്കുമായി ബന്ധപ്പെട്ടത്. ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് എന്തിൻ്റെ ഭാഗമാണ് ഇന്റേണൽ ചെക്ക്? നമ്മളെ ബിഗിനിങ്ങിൽ പറഞ്ഞു ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളാണ് മെയിൻ. അതിൻ്റെ ഒരു സബ് പാർട്ടാണ് എന്ത്, ഇന്റേണൽ ചെക്ക്. കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ് ചെക്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി.
ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റർണൽ ചെക്ക് ഈസ് ടു, എന്തിനാണ് ഇന്റർണൽ ചെക്ക് നടത്തുക? അതും നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോയിന്റാണ്. പ്രിവെന്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, അല്ലാതെ ഡിറ്റക്ട് ചെയ്യാനല്ല. ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനല്ല, പ്രിവെന്റ് ചെയ്യാനാണ്. ദെൻ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും അല്ല, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും അല്ല. പ്രിവെന്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അണ്ടർ ഇന്റർണൽ ചെക്ക് ദ വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ്, നമ്മൾ ആ മീനിങ്ങിൽ തന്നെ ഉണ്ട്. വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. കറക്റ്റ് ഡി ഓപ്ഷനിലേക്ക് തന്നെ എത്താൻ പറ്റും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർണൽ ചെക്ക്? ഇന്റർണൽ ചെക്കിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്തൊക്കെയാണ്? അപ്പോൾ ഇൻക്രീസ് എഫിഷ്യൻസി, അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ, അപ്പോൾ അത് ആൻസർ അല്ല. ഹെൽപ്സ് ഇൻ ഡിവിഷൻ വർക്ക്, അതും ഓക്കെ ആണല്ലോ, അഡ്വാൻറ്റേജ് ആണ്. ഇൻക്രീസ് ഇൻ ചാൻസ് ഓഫ് ഫ്രോഡ്, അല്ലല്ലോ, ചാൻസ് കുറയ്ക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ നോട്ട് എന്നതിൻ്റെ ആൻസർ സി ആണ്. അക്യുറസി ബിൽഡ് ചെയ്യും ഇന്റേണൽ ചെക്കിലൂടെ. ദെൻ ഇന്റേണൽ ചെക്ക് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ, ലാർജ് ആണോ സ്മോൾ ആണോ പറഞ്ഞതാണ്. ലാർജ് ഓർഗനൈസേഷൻ ആണ് ഇത് സ്യൂട്ടബിൾ, ഇൻഡിവിജ്വലിനോ സ്മോളിനോ ഗവൺമെന്റിനോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ലാർജ് ഓർഗനൈസേഷൻ തന്നെയാണ്. ഇന്റേണൽ ചെക്ക് ഹെൽപ്സ് ഇൻ ടാക്സ് പ്ലാനിങ്ങിനാണോ, മെയിൻറ്റെയിനിങ് സീക്രസി, എറർ പ്രിവെൻഷൻ, പ്രൊമോട്ടിങ് ഇൻഫ്ലേഷൻ. സി ഓപ്ഷൻ മാത്രം എൻ്റെ ആൻസർ, എറർ പ്രിവെൻഷൻ, അല്ലാതെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല, സീക്രസിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇൻഫ്ലേഷൻ പ്രൊമോട്ട് ചെയ്യാനും അല്ല. സി ഓപ്ഷനാണ് എറർ പ്രിവെൻഷൻ. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റേണൽ ചെക്ക്? ഓണർ ഡൂയിങ് ആൾ ട്രാൻസാക്ഷൻ, അത് എക്സാമ്പിൾ അല്ല. ഓഡിറ്റ് ചെക്കിംഗ് അക്കൗണ്ട്സ് ഇയർലി, അതുമല്ല, അത് ഓഡിറ്റിംഗ് ആണ്. വൺ എംപ്ലോയി റെക്കോർഡ്സ് ഓൺ അനദർ ചെക്ക്, ഒരാൾ റെക്കോർഡ് ചെയ്യുക വേറെ ആളെ ചെക്ക് ചെയ്യുക, അത് ഇന്റേണൽ ചെക്കാണ്. ടാക്സ് ഓഫീസർ റിവ്യൂയിങ് അക്കൗണ്ട്സ് എന്തല്ല, ഇന്റേണൽ ചെക്ക് അല്ല. ദെൻ എ ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക്, അപ്പോൾ ഇന്റേണൽ ചെക്കിൻ്റെ ലിമിറ്റേഷൻ എന്താ തന്നിരിക്കുന്ന? 3 എന്തായിരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ടൈം കൺസ്യൂമിങ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക്. ടൈം കൺസ്യൂമിങ് അല്ല, എൻകറേജ് ലേസിനെസ്സും അല്ല, കോസ്റ്റ്ലി ടു ഇംപ്ലിമെൻറ്റ്, ഇത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും, ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ്. പ്രൊവൈഡിങ് അക്യുറേറ്റ് റിസൾട്ട് ആൾവേസ്. സി ഓപ്ഷൻ ആൻസർ. ഇന്റേണൽ ചെക്ക് ഈസ് യൂസ്ഫുൾ ടു ദി ഓഡിറ്റർ ബിക്കോസ്, എന്തുകൊണ്ടാണ് ഓഡിറ്റർക്ക് ഇത് യൂസ്ഫുൾ ആണത്? കാരണം ഓഡിറ്ററിൻ്റെ വർക്ക് ഒരുപാട് കുറക്കും. നമ്മൾ സ്റ്റെപ്സിൽ പറഞ്ഞിരുന്നു, ഇന്റേണൽ ചെക്ക് ഉണ്ടോ ഇല്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ രണ്ട് ലെവലിലായിരിക്കും പിന്നെ ഓഡിറ്റിംഗ് നടക്കുക. അപ്പോൾ ഇറ്റ് റിമൂവ്സ് ദ നീഡ് ഓഫ് ആൻ ഓഡിറ്റ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് അലോസ് ഓഡിറ്റർ ടു സ്കിപ്പ് ഓൾ ചെക്സ്, അതും കഴിയില്ല. ഇറ്റ് പ്രൊവൈഡ് കോൺഫിഡൻസ് ഇൻ ദ ഇന്റേണൽ സിസ്റ്റം, ഓഡിറ്ററെ സംബന്ധിച്ചുള്ള കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇവിടെ ഇന്റേണൽ ചെക്ക് പെർഫെക്റ്റ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എറർ ഫ്രോഡ് രണ്ടും പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഓക്കെ, അപ്പോൾ സി ഓപ്ഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്? ഡിവിഷൻ വർക്ക് ഒരു ഫീച്ചറാണ്, ഓവർലാപ്പിംഗ് ഡ്യൂട്ടീസ് ഫീച്ചർ അല്ല, പിന്നെ കണ്ടിന്യൂസ് ചെക്കിംഗ് ഫീച്ചറാണ്, പ്രീ പ്ലാൻഡ് പ്രൊസീജിയർ, ഇതെല്ലാം നമ്മൾ ഫീച്ചറായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ബി ഓപ്ഷനായ ഓവർലാപ്പിംഗ് ഡ്യൂട്ടീസ് മാത്രമാണ് നോട്ട് എ ഫീച്ചർ എന്ന ഗണത്തിൽ വരുന്നത്, അതാണ് ഇവിടെ ആൻസർ. കോപ്പറേറ്റീവ് ടെക്കിൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ടുകൾക്കും MCQ ക്വസ്റ്റ്യനുകൾക്കും വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലും ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.